ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റൂബീസ് ടൈലറിംഗ് ക്ലാസ്. ഇന്ന് നമുക്ക് ഇതുപോലുള്ളൊരു ഡ്രസ്സ് എങ്ങനെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ആദ്യം ലൈനിങ് പാർട്ടാണ് കട്ട് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. ഇത് നെറ്റ് മെറ്റീരിയലാണ്. ബാക്ക് പാർട്ട് സിമ്പിളായിട്ടുള്ള നെറ്റും ഫ്രണ്ട് പാർട്ടും സ്ലീവും ഫ്ലോറലായിട്ടുള്ള നെറ്റുമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമുക്ക് എങ്ങനെയാണ് ഇത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് നോക്കാം. അതിനായിട്ട് ലൈനിങ് പാർട്ട് ഞാൻ 4ആയിട്ട് മടക്കിയിട്ടിരിക്കുന്നതാണ് ഇത്. നമ്മുടെ ലെങ്ത്ത് തന്നെ എടുക്കുക. ഇവിടെ ഞാൻ 45 ഇഞ്ചാണ് എടുക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് ആ ലെങ്ത്ത് നമുക്ക് എടുത്തു കൊടുക്കാം. തയ്യൽ തുമ്പ് ഇതിൻ്റെ കൂടെ കൂട്ടേണ്ട കാര്യമില്ല, കാരണം ലൈനിങ് 2 ഇഞ്ച് കയറിയാണ് നിൽക്കേണ്ടത്. ഇവിടെ നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള ലെങ്ത്ത് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ താഴേന്ന് മുകളിലേക്കാണ് മാർക്ക് ചെയ്യുന്നത്. ഇനി നമ്മൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ ഷോൾഡർ 1 ഇഞ്ച് കുറച്ചാണ് ഞാൻ എടുക്കുന്നത്. സാധാരണ 7 ഇഞ്ചാണ് എടുക്കുന്നത്. ഇവിടെ ഞാൻ 6.5 ഇഞ്ച്, അതായത് 14ൻ്റെ പകുതി 7 ഇഞ്ച്. ഇവിടെ ഞാൻ 13 ഇഞ്ച്, 1 ഇഞ്ച് കുറച്ച് 13ൻ്റെ പകുതി 6.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ഇനി 6.5 ഇഞ്ച് തന്നെയാണ് ആം ഹോൾ മാർക്ക് ചെയ്യുന്നത്. ആം ഹോൾ കറക്റ്റാണോ എന്ന് അറിയാൻ വേണ്ടി ഇതുപോലെ ഒന്ന് വെച്ച് നോക്കി മാർക്ക് ചെയ്യാം. ഇങ്ങനെയൊന്ന് വരച്ചെടുക്കാം നമുക്ക്. ആം ഹോള് ഇതുപോലെ ഒന്ന് വരച്ചിട്ട് ഇവിടെയാണ് നമ്മൾ ചെസ്റ്റ് മാർക്ക് ചെയ്യുന്നത്. ചെസ്റ്റിൻ്റെ ഭാഗം ഇത് കണ്ടോ, 4ആയിട്ട് മടക്കിയിട്ടിരിക്കുന്നതാണെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. ഫോൾഡ് ചെയ്ത ഭാഗമാണ് നമ്മുടെ അടുത്തേക്ക് വരുന്നത്. ചെസ്റ്റിൻ്റെ 4/1 പ്ലസ് 2 ഇഞ്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്കും അതുപോലെ തന്നെ എടുക്കാം. 1.5 ഇഞ്ചാണ് ഞാൻ ഇങ്ങനെ വെച്ച് മാർക്ക് ചെയ്യുന്നത്. ആം ഹോള് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ബാക്ക് ആം ഹോളാണ്. ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി നമുക്ക് വരച്ചെടുക്കാം. ഇതുപോലെ കറക്റ്റായിട്ടൊന്ന് വരച്ചെടുത്തിട്ട് നമുക്ക് 1/2 ഇഞ്ചാണ് ഫ്രണ്ട് ആം ഹോൾ വരയ്ക്കുന്നതിന് മാർക്ക് ചെയ്യുന്നത്. ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം. ഫ്രണ്ട് ആം ഹോള് കുഴിച്ച് വരയ്ക്കുന്നത് 1/2 ഇഞ്ച്. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് അളന്നെടുത്ത് നമുക്കിതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തിട്ട് 1/2 ഇഞ്ച് ആ മാർക്ക് ചെയ്ത ഭാഗത്ത് നിന്ന് നീക്കി വയ്ക്കാം. അത് കഴിഞ്ഞ് ഇതുപോലെ ഒരു ഷേപ്പ് 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത ആം ഹോളിലേക്ക് നമുക്കിങ്ങനെ ഒന്ന് വരച്ചെടുക്കാം. ഇതുണ്ടോ, കറക്റ്റായിട്ട് ഇങ്ങനെ ഒന്ന് വരച്ചെടുക്കുക. ഇത് ഫ്രണ്ട് ആം ഹോളാണ്. ഇനി നമുക്ക് വേസ്റ്റ് ലെങ്ത്ത് മാർക്ക് ചെയ്യാം. വേസ്റ്റ് ലെങ്ത്ത് ഇവിടെ ഞാൻ 14 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ഇത് കണ്ടോ, നിങ്ങളുടെ വേസ്റ്റ് ലെങ്ത്ത് എത്രയാണോ അത് നമുക്ക് എടുക്കാം. വേസ്റ്റ് ലെങ്ത്ത് എന്ന് പറയുമ്പോൾ ഷേപ്പ് കൊടുക്കുന്ന ഭാഗമാണ് കേട്ടോ വരുന്നത്. വേസ്റ്റ് റൗണ്ട് ബൈ 4 ആണ് എടുക്കേണ്ടത്. വേസ്റ്റ് ബൈ 4 എല്ലാത്തിൻ്റെയും, ചെസ്റ്റിൻ്റെ ആണെങ്കിലും വേസ്റ്റിൻ്റെ ആണെങ്കിലും എടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ടേപ്പ് ഇതുപോലെ ഒന്ന് മടക്കി വെച്ചാൽ എത്രയാണ് അതിൻ്റെ ചെസ്റ്റ് ബൈ 4 അല്ലെങ്കിൽ വേസ്റ്റ് ബൈ 4 നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇവിടെ ഞാൻ വേസ്റ്റ് ബൈ 4 ഇവിടെ മാർക്ക് ചെയ്യുകയാണ്. ഇങ്ങനെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് സ്ലിറ്റ് ലെങ്ത്താണ്. ഇവിടെ കിട്ടിയിരിക്കുന്ന സ്ലിറ്റ് ലെങ്ത്ത് 21 ഇഞ്ചസ് ആണ്. അപ്പോൾ ഞാൻ 21 ഇവിടെ മാർക്ക് ചെയ്തു. നിങ്ങൾക്ക് 20 ആണെങ്കിൽ അല്ലെങ്കിൽ 22 ആണെങ്കിൽ അങ്ങനെ മാർക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെ ഞാൻ 12 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ഇതുപോലെ ചെസ്റ്റിൻ്റെ ഭാഗത്ത് വരച്ചത് വേസ്റ്റിൻ്റെ ഭാഗത്തേക്ക് എത്തിച്ച് ഇതുപോലെ ഒന്ന് സ്ലിറ്റിലേക്ക് വരച്ചു കൊടുക്കാം. ഇനി സ്ലിറ്റിൻ്റെ ഇത് കണ്ടോ, ഫ്ലെയറിലേക്ക് വരച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അത് കറക്റ്റായിട്ട് 12 ഇഞ്ച് ഇത് കണ്ടോ, 12 ഇഞ്ച് മടക്കിയിട്ടേക്കുന്നതുകൊണ്ട് പിന്നെ വരയ്ക്കേണ്ട കാര്യമില്ല. നമുക്കിതുപോലെ ഒന്ന് കട്ടാക്കി എടുക്കാം. ഇപ്പോൾ ഇനി നമ്മൾ നെക്ക് കട്ട് ചെയ്തില്ലായിരുന്നു. ഇവിടെ ഷോൾഡർ നമ്മൾ 6.5 ഇഞ്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടോ, 3 ഇഞ്ചാണ് നെക്ക് വിട്ടായിട്ട് കൊടുക്കുന്നത്. തമ്പനയിൽ കണ്ടു ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് കണ്ടോ, 6 ഇഞ്ച് ഫ്രണ്ടും ബാക്കും ഒരേപോലെ തന്നെയാണ് കൊടുക്കുന്നത്. സാധാരണ നോർമൽ അളവ് ബാക്കിന് 3 ഇഞ്ച് അല്ലെങ്കിൽ 4 ഇഞ്ചാണ് നമ്മൾ കൊടുക്കാറ്. ഇത് നമ്മൾ ഫ്രണ്ടും ബാക്കും ഒരേപോലെ തന്നെയാണ് 6 ഇഞ്ച് ലെങ്ത്ത് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഷോൾഡർ നമ്മൾ 1 ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്തത്. കണ്ടോ, ഇത് ഷേപ്പ് ചെയ്തെടുത്തു. ഇനി നമുക്ക് 1/2 ഇഞ്ച് ഇതുപോലെ ഒന്ന് ഷോൾഡറിൻ്റെ സ്ലോപ്പ് കൊടുക്കാം. ഇങ്ങനെ വരച്ചിട്ട് നെക്കിൻ്റെ ഭാഗത്ത് നിന്ന് ഇതുപോലെ ചരിച്ച് വരച്ചെടുക്കണം. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ബാക്ക് പാർട്ടാണ് ആദ്യം കട്ട് ചെയ്തെടുക്കേണ്ടത്. നെക്ക് ഞാൻ ഒന്നിച്ച് കട്ട് ചെയ്തു. ഇതുപോലെ തന്നെ ആം ഹോളിൻ്റെ ഭാഗം ഇത് കണ്ടോ, ബാക്ക് ആം ഹോളാണ് കട്ട് ചെയ്തത്. ഷേപ്പിൻ്റെ ഭാഗം കട്ട് ചെയ്ത് സ്ലിറ്റിൻ്റെ ഭാഗത്തിലേക്ക് നേരെ അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാം.
ചുളികളൊന്നും ഇല്ലാതെ കറക്റ്റായിട്ട് വെച്ചിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. ഇതുപോലെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. സ്ലിറ്റിൻ്റെ ഭാഗം ഇതുപോലെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കട്ടിങ് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മളിത് കണ്ടോ, ഒരു പീസ് എടുത്ത് മാറ്റിയിട്ട് ഫ്രണ്ട് ആം ഹോൾ കുഴിച്ചു വെട്ടുന്നതിന് വേണ്ടി ഈ ഷോൾഡറിൻ്റെ ഭാഗത്ത് നിന്ന് ഇതുപോലെ തുടങ്ങി നമുക്കിങ്ങനെയൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ലൈനിങ് പാർട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതേ രീതി ഇതുപോലെ ഞാൻ മടക്കിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ലൈനിങ് കട്ട് ചെയ്ത ആ പാർട്ട് എടുത്തിട്ട്, ലൈനിങ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്നല്ലോ, അതെടുത്തിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് ഇങ്ങനെ കറക്റ്റായിട്ട് ലൈനിങ് കയറി നിൽക്കണം. കറക്റ്റായിട്ട് സൈഡ് വെച്ച് കൊടുക്കണം കേട്ടോ. ഫോൾഡ് ചെയ്ത ഭാഗമാണ് നമ്മുടെ അടുത്തേക്ക് വരേണ്ടത്. എപ്പോഴും നമ്മൾ ഓർത്തിരിക്കുക. ഇതേപോലെ കറക്റ്റായിട്ട് വെച്ചിട്ട് ചുളിവുകളൊന്നും ഉണ്ടാകാൻ പാടില്ല. കട്ട് ചെയ്തെടുക്കാം. ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. രണ്ടും നല്ല പാർട്ടാണ് ഇത്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ, ഇത് നെറ്റ്, ബാക്ക് നെറ്റ് കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് എടുത്ത് മാറ്റി വയ്ക്കാം ഇതുപോലെ. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യണം. സ്ലീവിൻ്റെ ഈ അളവ് എടുത്തിട്ടാണ് നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുന്നത് കേട്ടോ. ഇത് ഫുൾ സ്ലീവാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഇവിടെ കണ്ടോ, ഇത്രയും ഉള്ളത് എടുത്തിട്ടുണ്ട്. ഇനി ഇങ്ങോട്ട് നമ്മൾ 3 ഇഞ്ചാണ് താഴ്ത്തി മാർക്ക് ചെയ്യുന്നത്. ഇവിടെ നിന്നും 3 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒരു ഷേപ്പ് കൊടുക്കാം. ഇതാണ് സ്ലീവിന് കൊടുക്കുന്ന ഷേപ്പ്. ഇനി കിട്ടുന്ന സ്ലീവും ഫുള്ളായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് കൈവണ്ണത്തിൻ്റെ പകുതി പ്ലസ് തയ്യൽ തുമ്പ്, അതാണ് ഇതിൻ്റെ കണക്ക്. നിങ്ങളുടെ എത്രയാണോ അതുപോലെ നമുക്ക് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് വരച്ചെടുക്കാം. ഇതാണ് സ്ലീവ് കട്ടിങ്. അത് സ്ലീവ് നമ്മൾ 4ആയിട്ടാണ് കേട്ടോ മടക്കിയിട്ടിരിക്കുന്നത്. നമുക്കിങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. സ്ലീവ് മടക്കുമ്പോഴും നമ്മൾ ഫോൾഡ് ചെയ്ത ഭാഗം നമ്മുടെ അടുത്തേക്ക് തന്നെ തിരിച്ച് വയ്ക്കണം. ഓപ്പൺ സൈഡ് അപ്പുറത്തെ സൈഡിലേക്കായിരിക്കണം. ഇതുപോലെ ഒന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സ്ലീവ് കട്ടിങ്ങും ഏകദേശം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. കണ്ടോ, സ്ലീവ് കട്ട് ചെയ്ത്. ഇനി നമുക്ക് ഇതുപോലെ ഒരു പോട്ടിലെ ബട്ടൺ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇത് കണ്ടോ, ചെറിയൊരു ബോൾ എടുത്തിട്ട്, മുത്താണെങ്കിലും നമ്മൾ എടുത്താൽ മതി കേട്ടോ. ഇതെടുത്തിട്ട് ഞാനിങ്ങനെ വൈറ്റ് തുണി എടുത്ത് അതിൽ ചുറ്റി വെച്ചിട്ട് ഈ നൂല് കൊണ്ട് വെറുതെ ഇങ്ങനെ ചുറ്റി വയ്ക്കുകയാണ് കേട്ടോ. വെറുതെ സാധാരണ നൂല് തന്നെയാണ്. ഇതുപോലെ ഒന്ന് ചുറ്റി എടുത്തിട്ട് നമ്മളിത് കട്ട് ചെയ്ത് വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ കുറച്ച് ചുറ്റി കഴിയുമ്പോൾ അത് ലോക്കായിട്ടിരിക്കും. പിന്നെ വേറെ കെട്ട് കൊടുക്കണമെന്നോ അങ്ങനെയൊന്നുമില്ല. നമുക്കിതുപോലെ കുറച്ച് ക്ലോത്ത് ഇതുപോലെ തന്നെ നീട്ടി വെച്ചിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. ഇത് കണ്ടല്ലോ, ഇതുപോലെ ഞാൻ കുറച്ച് പോട്ട്ലി ബട്ടൺ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ആ ടോപ്പിന് ഇതുപോലുള്ള പോട്ട്ലി ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ചെറുതും വലുതുമായിട്ടുള്ളതാണ് ഞാനിവിടെ ശരിയാക്കി വെച്ചിരിക്കുന്നത്. ആദ്യം തന്നെ ലൈനിങ് ഇതുപോലെ വെച്ചിട്ട് നല്ല പാർട്ടും വെച്ച് ഇങ്ങനെ ഷോൾഡറിൻ്റെ ഭാഗത്തുനിന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇത് നമ്മൾ വേറെ ഒരു കഴുത്തും മടക്കി അടിക്കാൻ വേണ്ടിയിട്ട് ഒരു പീസ് എടുത്ത് വെച്ചിട്ടുള്ളതാണ്. ഇത് വെറുതെ കാണിച്ചെന്ന് മാത്രം. ആദ്യം നമ്മൾ പോട്ട്ലി ബട്ടൺ തന്നെയാണ് വെക്കേണ്ടത്. ഇത് കണ്ടോ, പോട്ട്ലി ബട്ടൺ എടുത്തിട്ട് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മളൊന്ന് മാർക്ക് ചെയ്തിട്ട് വെക്കുന്നതൊക്കെ ആയിരിക്കും നല്ലത്. ഞാനിപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണ്. ഇത് കണ്ടോ, ഇങ്ങനെ ഒരു വലിയ നമ്മളുണ്ടാക്കി വെച്ച പോട്ട്ലി ബട്ടൺ എടുത്ത് ഇതുപോലെ, ഇതെങ്ങനെ വെച്ചേക്കുന്നതാണ് കണ്ടോ, ഇതുപോലെ വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ഇനി ഒരു ചെറുതാണ് ഇവിടെ വെക്കാൻ പോകുന്നത്. മാർക്ക് ചെയ്തിട്ടില്ല. നമ്മളൊന്ന് ടേപ്പ് കൊണ്ട് മാർക്ക് ചെയ്ത് 1 ഇഞ്ച് 1/2 ഇഞ്ച് അങ്ങനെ മാർക്ക് ചെയ്തിട്ട് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഞാൻ വലുതാണ് വെക്കാൻ പോകുന്നത്. കണ്ടോ, ഒരു വലുത് ഒരു ചെറുത് അങ്ങനെ ഒന്നിടവിട്ട് വെക്കുകയാണ്. ഇനി ചെറുതാണ് വെക്കാൻ പോകുന്നത്. ഇത് കണ്ടോ, ഇപ്പം ഞാനിതെല്ലാം ചെറുതും വലുതും ഇടകലർത്തി വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം എടുത്തു വെച്ച ഒരു പീസ് ഇങ്ങനെയൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് മടക്കി അടിക്കാം. ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ മടക്കി ബാക്കിയുള്ള പോർഷൻ ഇങ്ങനെയൊന്ന്
മടക്കി ഉള്ളിലേക്കാക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതിങ്ങനെ കറക്റ്റായിട്ട് മടക്കി വയ്ക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് പോട്ട്ലി ബട്ടണൊക്കെ ഇതുപോലെ ഇരിക്കണം. എന്നിട്ട് ഇതുപോലെ ഈ സൈഡിൽ കൂടി ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടോ, സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടല്ലോ. ഇനി ബാക്കി വരുന്ന ഈ പാർട്ട് നമുക്കിങ്ങനെ ഒന്ന് മടക്കി അടിച്ചെടുക്കാം കേട്ടോ. ഇങ്ങനെ മടക്കിയാണ് നമ്മൾ അടിക്കുന്നത്. ഇനി ബാക്ക് പാർട്ടാണ് നമ്മൾ അടിക്കാൻ പോകുന്നത്. ലൈനിങ്ങിൻ്റെ പുറത്ത് സിമ്പിളായിട്ട് നെറ്റ് കട്ട് ചെയ്ത് വെച്ചത് നമ്മളിതുപോലെ വെച്ചിട്ടുണ്ട്. ഇതിന് നമുക്ക് നെക്ക് അടിച്ച് മറിക്കാനായിട്ട് ഞാൻ എളുപ്പ വഴിയിലുള്ള ഒരു ഇത് കാണിച്ചു തരാം. ഷോൾഡർ ആദ്യം ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കുക. ആദ്യം ഷോൾഡർ അടിച്ചിട്ട് ഇതുപോലെ രണ്ടായിട്ട് മടക്കിയെടുക്കുക. കറക്റ്റായിട്ട് വെച്ച് മടക്കിയെടുക്കണം. ഇത് കണ്ടോ, ഷോൾഡർ സ്റ്റിച്ച് ചെയ്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോകുന്നില്ല. ഇങ്ങനെ കറക്റ്റായിട്ട് മടക്കി വെച്ചിട്ട് ഒരു പീസ് തുണിയെടുത്തു. ഫ്രണ്ടിനൊക്കെ അടിച്ചതുപോലെ തന്നെയുള്ള അതുപോലെ തന്നെ ഒരു പീസ് തുണിയാണ് ഇങ്ങനെ രണ്ടായിട്ട് മടക്കി എടുത്തിരിക്കുന്നു. ആ മടക്കിയ ഭാഗം, ഇതുണ്ട്, മടക്കിയ ഭാഗമാണ് നമ്മൾ ഇങ്ങനെ വയ്ക്കേണ്ടത്. ഇങ്ങനെ വെച്ചിട്ട് ഇത് കണ്ടോ, ഇങ്ങനെ ഒന്ന് വെച്ച് നമുക്കിത് കറക്റ്റായിട്ട് വെക്കണം. എന്നിട്ട് ഒന്ന് വരച്ചെടുക്കാം. ഇങ്ങനെയൊന്ന് വരച്ചെടുത്തിട്ട് മാറ്റി ഇതേ രീതിയിൽ നമ്മളൊന്നും കൂടി വരച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള പീസ് കട്ട് ചെയ്ത് മാറ്റാൻ പറ്റും. മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല എളുപ്പമായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. ഇതുപോലൊരു പീസ് നമുക്ക് കിട്ടി. നമ്മൾ ഇതുപോലെ തന്നെ കണ്ടോ, ഇങ്ങനെ വെച്ചിട്ട് ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സെൻറ്റർ പോർഷൻ കട്ട് ചെയ്ത് മാറ്റാം. കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതുപോലെ ചെറിയ നോച്ച് കൊടുക്കാം. നമ്മൾ സ്റ്റിച്ച് ചെയ്ത ത്രെഡ് കട്ട് ചെയ്ത് പോകരുത്. അതിൻ്റെ അടുത്ത് വരെയാണ് ഇങ്ങനെ ചെറിയ കട്ടിങ് കൊടുക്കേണ്ടത്. ഇനി ഈ ചെറിയ പോർഷൻ നമ്മൾ വെച്ചിട്ടില്ലേ, അത് ഇങ്ങനെ ഉള്ളിലേക്ക് മടക്കി വെച്ചെടുക്കാം. എന്നിട്ട് ഈ സൈഡിൽ കൂടി ഒരു സ്റ്റിച്ചിങ് കൊടുക്കാം. ഇതുണ്ട്, സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്, ഉണ്ടല്ലോ. ഇനി നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് നല്ല ഭാഗം, അതായത് ഫ്രണ്ട് പോർഷൻ്റെ നല്ല ഭാഗവും ബാക്ക് പോർഷൻ്റെ നല്ല ഭാഗവും തമ്മിൽ ചേർത്ത് വയ്ക്കണം. ഇതുണ്ട്, ഇങ്ങനെയാണ് വെക്കേണ്ടത്. ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ടോ, 4 പീസുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വേണം കേട്ടോ. ഇത് കണ്ടോ, ഇതുപോലെ ഒന്ന് മടക്കി വയ്ക്കാം. എന്നിട്ട് നമുക്ക് 1/2 ഇഞ്ച് വിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് കണ്ടോ, 2 ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ഇതിങ്ങനെ മടക്കി അടിക്കാൻ പോകുന്നത്. നമ്മൾ രണ്ടാമത്തെ പീസ് വെച്ചപ്പോൾ ഇങ്ങനെ മടക്കി അടിച്ചിട്ടില്ലായിരുന്നു. ഇനി നമുക്ക് മടക്കി അടിച്ചെടുക്കാം. ഇപ്പോൾ ഇതേ മടക്കി അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. സ്ലീവ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇത് കണ്ടോ, ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയെടുക്കുക. ഈ മടക്കിയെടുത്ത് ഇതിൻ്റെ മിഡിൽ പോയിൻ്റില്ലേ, ഇത് കണ്ടോ, ഇങ്ങനെ മടക്കിയിട്ട് ഇതിൻ്റെ മിഡിൽ പോയിൻ്റ് ഷോൾഡറിൻ്റെ ഭാഗത്ത് വെച്ചിട്ട് അത് നല്ല ഭാഗമാണ് ചേർത്ത് വയ്ക്കേണ്ടത്. നല്ല ഭാഗം തമ്മിലാണ് ചേർത്ത് വയ്ക്കേണ്ടത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും, ആദ്യം ഇങ്ങോട്ട് ഒരു സൈഡിലേക്ക്, അത് സെൻറ്റർ പോർഷനിൽ നിന്ന് അത് കഴിഞ്ഞിട്ട് അപ്പുറത്തെ സൈഡിലേക്കും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടല്ലോ, അടിപൊളിയായിട്ടുണ്ടല്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിയുമ്പോൾ നെറ്റ് മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഈ സ്റ്റിച്ച് ചെയ്ത് ബാലൻസ് കണ്ടോ ക്ലോത്ത് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ ആ ക്ലോത്തെല്ലാം ഉള്ളിലേക്ക് വെച്ചിട്ട് വേണം കേട്ടോ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഞാൻ അപ്പുറത്തെ ഇത് കണ്ടോ, ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ സ്റ്റിച്ച് ചെയ്ത് ബാലൻസ് എല്ലാം ഇതിൻ്റെ ഉള്ളിലേക്ക് തന്നെയാണ് പോയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വെളിയിലേക്ക് കണ്ട് വൃത്തികേടാവാതിരിക്കും. ഇതുപോലെ ഒന്ന് മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്, അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കി വെച്ച് സ്ലീവ് തൊട്ട് നമുക്ക് അടിക്കാൻ തുടങ്ങാം. ഇത് കണ്ടോ, 1 ഇഞ്ചാണ് നമ്മൾ തയ്യൽ തുമ്പ് കൊടുത്തിരിക്കുന്നത്. ആ 1 ഇഞ്ച് വിട്ടിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ സ്ലിറ്റ് അടിക്കുന്ന ഭാഗം വരെ വന്ന് നിൽക്കണം. അങ്ങനെ ഒന്ന് 2 കൈയും 2 സ്ലീവും തൊട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യേണ്ടത്. സ്ലിറ്റിൻ്റെ ഭാഗം വരെ ഇവിടെ വന്ന് നിർത്തി നമുക്കൊന്ന് നോക്കാം. ഞാൻ
ഇവിടെ ദേ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, കൂട്ടി അടിച്ചിട്ടില്ല. ഇനി നമുക്ക് സ്ലിറ്റാണ് അടിക്കേണ്ടത്. ഒന്ന് മടക്കിയിട്ട് ഒന്നും കൂടി മടക്കി സാധാരണ അടിക്കുന്ന പോലെ സ്ലിറ്റും കൂടി അടിച്ചെടുത്ത്. സ്ലിറ്റ് അടിക്കാൻ അറിയില്ലാത്തവർക്ക് ഞാൻ സ്ലിറ്റ് അടിക്കുന്ന വീഡിയോ സെപ്പറേറ്റ് ഇട്ടിട്ടുണ്ട്, അതൊന്ന് കാണണം. എന്നിട്ട് സ്ലിറ്റ് അടിക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.